എടോ വിടറോ, എന്റെ കൈന്ന് വിടാൻ. താൻ ആരാടോ എന്റെ കൈ കയറി പിടിക്കാൻ? അനുവാദമില്ലാതെ ഒരാളുടെ ദേഹത്തോട്ടായുള്ള ശിക്ഷ എന്താണ് ഏമാന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. യാമിയുടെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരന്റെ മുഖത്ത് നോക്കി കൂസില്ലാതെ അവൾ സംസാരിച്ചു. കള്ളു കുടിച്ച് ഇലക്കിട്ട് വണ്ടി ഓടിച്ചു പോരാ, നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വരുന്നോടി. ശങ്കര യാമിയുടെ കയ്യിലെ പിടിമുറുക്കി. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കണം സാറേ. അത് പഠിച്ചിട്ട് യാമിയുടെ കൈ പിടിക്കാൻ വാ, അപ്പൊ നമുക്കൊരു കൈ നോക്കാം. ഇപ്പൊ എത്ര പെറ്റിടക്കണമെന്ന് പറ സാറേ. ശങ്കരേട്ടാ, പെറ്റി വാങ്ങിട്ട് വിട്ടുകളാ, ഇത് വള്ളിക്കെട്ട് കേസാ. വെറുതെ എടുത്ത് തലയിൽ വെക്കണ്ട. പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ചാർജ് എടുത്ത് 2 ദിവസം ആയിട്ടില്ല. പുരിവാല് പിടിക്കുന്ന ഇടപാടാണെങ്കിൽ പിന്നെ അയാൾ നമ്മളിട്ട് പൊരിക്കും. കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ രാജീവ് പറഞ്ഞു. എങ്ങനെ വിട്ടുകളയും രാജീവേ, പെറ്റിയല്ലല്ലോ പ്രശ്നം. ഈ പെണ്ണിന് സ്വബോധമല്ല. വണ്ടി വലയെടുത്ത് ഇടിച്ചു കയറ്റി ഇവളുടെ ശവത്തിന് നമ്മൾ കാവലിരിക്കേണ്ടി വരും. എന്റെ മോളുടെ പ്രായമുള്ളൂ. ചോരയും നീരുള്ള ഒന്നിനും ഒറ്റക്കുരുത്തന്റെ കയ്യിൽ ഈ അസമയത്ത് കിട്ടിയാൽ നഖവും മുടിയും പോലും ബാക്കി കാണില്ല. അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഇതിന് ഒറ്റയ്ക്ക് വരുന്നത് ശരിയല്ല. ഒന്നുകിൽ അതിന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഈ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തണം. ബോധം വരുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പോട്ടെ. ശങ്കര പറയുന്നിട്ടപ്പോൾ രാജീവിനെ ശരിയായി തോന്നി. തനിക്കും ഏതാണ്ട് ഈ പ്രായത്തിലുള്ള ഒരു അനിയത്തിയുള്ള കാര്യം രാജീവിനെ ഓർത്തു. എന്നാലും ശങ്കരേട്ടാ, ഇതൊരു പെണ്ണല്ലേ. ഒരു ലേഡി പോലീസിലാണ് നമ്മൾ രാത്രി ഇതിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ നാളെ മറ്റൊരു പുലിവാലാവരുത്. വാർത്തകൾ വളച്ചൊടിക്കുന്ന അടിപൊളി മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റും കാതുകൂർപ്പിച്ചിരിക്കുന്നത്, രാജീവൻ പറഞ്ഞു. ശങ്കറിന്റെയും രാജീവിന്റെയും സംസാരം പകുതി ബോധത്തിൽ കേട്ട് യാമി കാറിന്റെ ബോണ്ടിൽ ചാരി നിൽക്കുകയായിരുന്നു. ഹലോ സാറുമാർ, എന്ത് തീരുമാനിച്ചു? പെറ്റി അടിച്ചിട്ട് എന്നെ ഒന്ന് വിട്. ഈ നാട് റോഡിൽ കൊതുകടിയും കൊണ്ട് നിൽക്കാൻ വയ്യാത്തോണ്ടാ. എന്നാ മോൾക്കൊരു കൊതുകുതിരി വാങ്ങിച്ച് കത്തിച്ചേരാം, എന്താ? ശങ്കറിന് യാമിയുടെ സംസാരം കേട്ട് കലിയേറി. ആ സമയം റോഡിന്റെ എതിർവശത്ത് ഒരു പോലീസ് വണ്ടി വന്നു നിന്നു. രാജീവ് അത് കണ്ടു. ദൈവമേ, അത് കമ്മീഷണറാണല്ലോ. രാജീവ് ശങ്കരനെ തോണ്ടി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. രാജീവ് റോഡ് ക്രോസ് ചെയ്യുന്ന നേരെ പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് പോയി. ഫ്രണ്ട് സീറ്റിലെ ഗ്ലാസ് അഴുത്തിയിട്ട് കമ്മീഷണർ രഞ്ജൻ രാജീവിനെ നോക്കി. ഗുഡ് ഈവനിങ് സർ. രാജീവ് സല്യൂട്ട് ചെയ്തു. ഗുഡ് ഈവനിങ് രാജീവ്, എല്ലാം ഓക്കെ അല്ലേ? അതെ സർ, ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. രഞ്ജൻ ചോദ്യപാത്രത്തിൽ രാജീവിനെ നോക്കി. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനൊരു പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതിന് വണ്ടി ഓടിച്ചു പോകാനുള്ള വെളിവില്ല. പക്ഷെ ആ കൊച്ച് പെറ്റിയടിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അതിന് ഇവിടുന്ന് സേഫ് അല്ല. ആ കൊച്ചാണെങ്കിൽ ചുമ്മാ ശങ്കരസാറിനോട് ചെറിഞ്ഞുകൊണ്ട് നിൽക്കുക. രാജീവ് ഒരു കാര്യം ചെയ്യാം, കോൺസ്റ്റബിൾ ശങ്കരൻ്റെ കൂടെ ആ കുട്ടിയെ സ്റ്റേഷനിലേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് താനാ വണ്ടി സ്റ്റേഷൻ കൊണ്ടിട്ട് ഞാൻ പുറകെ വന്നേക്കാം. യെസ് സർ. രാജീവ് രഞ്ജനെ നോക്കി സല്യൂട്ട് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. രാജീവ് രഞ്ജൻ പറഞ്ഞ കാര്യങ്ങൾ ശങ്കരനെ അറിയിച്ചു. ശങ്കര യാമിയുടെ അടുത്തേക്ക് പോയി. ദേ കൊച്ച്, ഈ നാട് റോഡിൽ കിടന്ന് നിന്നോട് വഴക്കുണ്ടാക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് കൊച്ചി ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിൽ വരണം. യാമിയും തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. യാമി ശങ്കരനെ നോക്കി ചിരിച്ചു. അപ്പൊ സാറിന് മയത്തിൽ സംസാരിക്കാൻ അറിയാം. ഇത് മര്യാദ. അതുകൊണ്ട് തന്നെ ഞാൻ വരാം. വണ്ടിയുടെ കീങ്ങതാ, ഞാൻ ആ സ്റ്റേഷനിൽ കൊണ്ടുവന്നേക്കാം. ഹലോ സാറേ, ഇത് സാറിന്റെ വീട്ടിൽ കിടക്കുന്ന സോപ്പ് പെട്ടി കാറല്ല, ഇതെണ്ണം വേറെയാ. സാറിന്റെ 1 വർഷത്തെ ശമ്പളവും കിമ്പളവും എന്തിന് കൈക്കൂലിയും കൂടി കൂട്ടി വെച്ചാലും ഇതുപോലത്തെ പുലിക്കുട്ടിനെ മേടിക്കാൻ സാറിന് പറ്റുകയില്ല. കയറുന്നതിന് മുമ്പ് അവനെ തൊട്ട് പ്രാർത്ഥിച്ചേക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ചെറിയും. യാമി താക്കോലെടുത്തിട്ട് പറഞ്ഞു. രാജീവ് ഡോർ വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. സംഗതി അവൾ പറഞ്ഞ് നേരാണെന്ന് രാജീവിന് തോന്നി. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത വണ്ടിയാണിത്, ഡിഫൻഡർ. രാജീവ് വണ്ടിയുടെ ഉള്ളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ആളെപ്പോലെയല്ല, വണ്ടി നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാലറിയാം. രാജീവ് ശങ്കരൻ ഓടിച്ച പോലീസ് ജീപ്പിന് പിന്നാലെ പോയി. അധികം വൈകാതെ അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അതേ കൊച്ചേ, ദേ ഇങ്ങോട്ട് ഇറങ്ങി, സ്റ്റേഷനെത്തി. കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയുന്ന യാമിയെ ശങ്കരൻ തട്ടി വിളിച്ചു. ഒരാലസ്യത്തോടെ യാമി കണ്ണുകൾ തുറന്നു. യാമി ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നാലെ വന്ന രാജീവിനെ കണ്ടു. അവിടെ അകത്തൊരു ബെഞ്ചുണ്ട്, അവിടെ പോയിരുന്നോളൂ. ശങ്കരൻ അല്പം മയത്തിൽ സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിലെ പടികൾ യാമി കയറാൻ തുടങ്ങിയതും വേച്ച് വീഴാൻ പോയി. ഇത് കണ്ട ശങ്കരൻ ഓടിച്ചെന്ന് പിടിച്ചു. വീടണം എന്റെ കയ്യിൽ നിന്ന്, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ശങ്കരന്റെ കൈ തട്ടി മാറ്റിയിട്ട് യാമി അകത്തേക്ക് പോയി. പെണ്ണായി പോയി, ഇല്ലെങ്കിൽ കാരണം പൊടിച്ചെന്ന് കൊടുക്കാൻ അറിയാമയത്തോണ്ടല്ല. ശങ്കരൻ പിറുവിർത്തു. സാറിലെ ശങ്കരേട്ടാ, വെള്ളത്തിന് പുറത്തല്ലേ, ക്ഷമിച്ചേളാം. സ്വബോധം വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് പറയാം. രാജീവ് സമാധാനിപ്പിച്ചു. അവർ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്മീഷണർ രഞ്ജന്റെ ബൊലേറോ വരുന്നത് കണ്ടു. രഞ്ജൻ വണ്ടിയിൽ നിന്നിറങ്ങി. ശങ്കരനും രാജീവും സല്യൂട്ട് ചെയ്തു. എവിടെ കഥാനായിക, അകത്തുണ്ടോ? രഞ്ജൻ ചോദിച്ചു. ആ, ഡ്രൈവിംഗ് ലൈസൻസ് വണ്ടിയുടെ പേപ്പേഴ്സിൽ ഓക്കെ അല്ലേ? സർ, കേസാക്കണോ? രാജീവ് ചോദിച്ചു. ഇപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. രഞ്ജൻ അകത്തേക്ക് കയറി വന്നപ്പോൾ ബെഞ്ചിൽ തലകുനിച്ചിരിക്കുന്ന യാമിയാണ് കണ്ടത്.
എണ്ണമയമില്ലാതെ പാറിപ്പറന്ന് കിടക്കുന്ന ചെമ്പൻ മുടി, ജീൻസും ഷോർട്ട് ടോപ്പുമാണ് വേഷം. ഹലോ മാഡം. രാജീവ് മേശയിൽ കൊട്ടി. രാജീവിന്റെ വിളിയിട്ട് യാമി തല ഉയർത്തി. യാമിയെ കണ്ടതും രഞ്ജനൊന്ന് നടുങ്ങി. അറിയാതെ രഞ്ജന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. യാമിനി കൃഷ്ണൻ. രഞ്ജനെ കണ്ടതും ആദ്യോളം ഞെട്ടി. അവളുടെ ചാരക്കണ്ണുകളിൽ പുച്ഛം നിറയുന്നത് രഞ്ജൻ കണ്ടു. രഞ്ജൻ യാമിയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം പുറത്തേക്ക് നടന്നു. സർ, എന്താ വേണ്ടത്? തൽക്കാലം കേസാക്കണ്ട. രാവിലെ വേണ്ടപ്പെട്ടവരാരും വരുമ്പോൾ വിട്ടാൽ മതി. രഞ്ജൻ പോലീസ് ജീപ്പിൽ കയറിയിരുന്നു. ഡ്രൈവർ അനുവാദം വാങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. രഞ്ജൻ കണ്ണുകളടച്ച് സീറ്റിൽ ചാരി കിടന്നു. യാമി, അത് നീ തന്നെയാണ്. നിന്റെ മുഖത്തെ കുറുമ്പും കുസൃതിയും എവിടെ മാറിപ്പോയി? രഞ്ജന്റെ ഓർമ്മയിൽ യാമി അവസാനമായി കണ്ട രംഗം തെളിഞ്ഞു. യു ചീറ്റ്. ജാതിയും മതവും കുലവും ഗോത്രവും നോക്കി നിനക്കൊരു റിലേഷൻ മതിയായിരുന്നെങ്കിൽ എന്തിന്റെ പിന്നാലെ നടന്നു? യാമിയുടെ ശബ്ദം രഞ്ജന് ചുറ്റും മുഴങ്ങുന്നതായി തോന്നി. സർ, രഞ്ജൻ സർ, ക്വാർട്ടേഴ്സ് എത്തി. രഞ്ജൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. നാളെ ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. രഞ്ജൻ വണ്ടി ഓടിച്ചിരുന്ന പോലീസിനോട് പറഞ്ഞു. ശരി സർ, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. രഞ്ജൻ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ക്വാർട്ടേഴ്സ് തുറന്ന് കയറി. രഞ്ജൻ പോയി സോഫയിലിരുന്നു. രഞ്ജന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. യാമി ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എല്ലാം തൻ്റെ മാത്രം തെറ്റാണ്. ഒരു പാവം പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചതിച്ച താൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല. രഞ്ജന്റെ കടക്കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. രഞ്ജന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. രഞ്ജൻ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ ലൈനിൽ കിട്ടിയത് രാജീവിനെയാണ്. ഹലോ സാർ. ആ, ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആള് ബെഞ്ചിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. ആ, പിന്നെ രാവിലെ കുട്ടിയുടെ കയ്യിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങിയിട്ട് വിടാവും. ശരി സാർ. രാജീവ് ഫോൺ വെച്ചു. രാജീവ് യാമിയെ നോക്കി. ഭൂമി കുലുങ്ങിയാൽ അറിയാത്ത മട്ടിലുള്ള ഉറക്കം കണ്ടപ്പോൾ രാജീവിന്റെ ചുണ്ടിലൊരു ചിരി മിന്നി. കാറിൽ നിന്ന് കിട്ടിയ യാമിയുടെ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു ID ബാഡ്ജ് രാജീവ് കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ തന്നെ മൊബൈലിൽ പകർത്തി സൂക്ഷിക്കാൻ രാജീവിന്റെ മനസ്സ് പറഞ്ഞു. മൊബൈലിലെടുത്ത ഫോട്ടോ സൂം ചെയ്ത് രാജീവ് വായിച്ചു. യാമിനി കൃഷ്ണൻ, സീനിയർ സിസ്റ്റം മാനേജർ, സ്മാർട്ട് ഹബ് IT പാർക്ക്. ഇത്രയും നല്ല ജോലിയൊക്കെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ബോധമില്ലാതെ നടക്കുന്നത്? രാജീവ് സ്വയം ചോദിച്ചു. യാമി ഉറക്കച്ചുവയുടെ പതിയെ കണ്ണുകൾ തിരുമ്മി തുറന്നു. പരിചയമില്ലാത്ത സ്ഥലം കണ്ടപ്പോൾ യാമി ചുറ്റും നോക്കി. മേശയിൽ തലകുമ്പിട്ട് കിടന്ന രാജീവിനെ കണ്ടപ്പോൾ യാമി എഴുന്നേറ്റ് രാജീവിന്റെ അടുത്തേക്ക് നടന്നു. സർ. യാമി മേശയിൽ പതിയെ കൊട്ടി. രാജീവ് തലയുയർത്തി നോക്കി. ആഹാ, എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. രാവിലെ എന്താ കുടിക്കാൻ വേണ്ട? ചായ, കാപ്പി, അല്ലെങ്കിൽ ഇന്നലത്തെ കെട്ട് പൂർണ്ണമായിട്ട് വേണം കുറച്ച് മോരും വെള്ളം എടുക്കട്ടെ? രാജീവ് കളിയാക്കി ചോദിച്ചു. സോറി സർ, ഇന്നലെ കൂടെ വയ്ക്കുന്ന ആളുടെ സെൻഡ് ഓഫ് പാർട്ടി ആയിരുന്നു. അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. അതെയോ? പക്ഷെ തൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. മൊബൈലിൽ പാർത്ത ഞാൻ ശരിക്കും വിട്ടുപോയി. സർ, ഞാൻ പിഴപ്പ് തന്നെ അയച്ചോളാം. ദയവ് ചെയ്ത് തന്നെ പോകാൻ അനുവദിക്കണം, പ്ലീസ്. തന്നെ വിടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. താൻ ബാച്ചിലർ അല്ലേ? അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത ബന്ധുവിൻ്റെയോ കോൺടാക്ട് ഡീറ്റെയിൽസ് എഴുതി തന്നിട്ട് പോയിക്കോ. എനിക്ക് ആരുമില്ല സാറേ. അച്ഛനും അമ്മയും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായി. അമ്മാവിൻ്റെ വീട്ടിൽ നിന്നാണ് വളർന്ന്. ആ വീട്ടിൽ ഞാനൊരു അധികപ്പറ്റായിരുന്നു. പക്ഷെ അമ്മമ്മയെ പേടിച്ച് അവരെന്നെ ഉപേക്ഷിച്ചില്ല. അമ്മമ്മ ലോൺ എടുത്ത് എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ചു. വാശിയോടെ പഠിച്ച് ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി കിട്ടി. പക്ഷേ ആദ്യ ശമ്പളം വാങ്ങാൻ എൻ്റെ അമ്മാമ്മക്ക് ഭാഗ്യമുണ്ടായില്ല. പഠിക്കുന്ന കാലത്ത് അസ്ഥിക്ക് പിടിച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ അയാൾക്ക് തിരിച്ചിനോട് നേരം പോക്കാണെന്ന് അറിഞ്ഞ് വൈകിയായിരുന്നു. അതോടെ മനസ്സിൽ നിന്ന് ആ ഒരു സ്വപ്നം കൂടി ഉപേക്ഷിച്ച് കളഞ്ഞു. ഇപ്പം എനിക്ക് കൂട്ടിനുള്ളത് സാറ് ഇന്നലെ ഓടിച്ച എൻ്റെ പുലിക്കുട്ടിനാണ്. പിന്നെ എൻ്റെ അമ്മമ്മയോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നാളുകളാണ്. സാറ് നോക്കേണ്ട, ഞാൻ പ്രശ്നക്കാരിയൊന്നല്ല. ഇവിടെ ITIBയിൽ ജോലി ചെയ്യണം. യാമി ചിരിച്ചു. ശരി ശരി, താൻ അഡ്രസ്സ് എഴുതി വെച്ചിട്ട് പോയിക്കോ. രാജീവ് രജിസ്റ്റർ എടുത്ത് കൊടുത്തു. വണ്ടിയുടെ താക്കോൽ യാമിയുടെ നേരെ രാജീവ് നീട്ടി. സർ, സാറിൻ്റെ കൂടെ ഒരു പ്രായമുള്ള സാറുണ്ടായിരുന്നില്ലേ? എന്തെങ്കിലും സ്വബോധമില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറയണേ. പറഞ്ഞേക്കാം, രാജീവ് പറഞ്ഞു. യാമി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി. രാജീവ് പുറത്തേക്ക് വന്നിരുന്നു. യാമി രാജീവിനെ നോക്കി ശേഷം വണ്ടി ഓടിച്ചു പോയി. ലാൻഡ് ലൈൻ ബെൽ അടിക്കുന്ന കേട്ട് രാജീവ് പോയി ഫോൺ എടുത്തു. ഹലോ രാജീവ്, ഇത് ഞാനാ. എന്തായി? ആ കുട്ടി ഓക്കെ ആയോ? രഞ്ജൻ സംസാരിച്ചു. ഗുഡ് മോർണിംഗ് സർ, അത് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ആള് കുഴപ്പക്കാരിന്നല്ല സർ. ഇന്നലെ ഒരു പാർട്ടിക്ക് പങ്കെടുത്തിട്ട് വരുന്ന വഴിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ സ്മാർട്ട് ഹബ് IT പാർക്കിൽ വർക്ക് ചെയ്യുക. ആ ശരി. രഞ്ജൻ കോൾ കട്ട് ചെയ്തു. സ്മാർട്ട് ഹബ് IT പാർക്ക്, രഞ്ജൻ മനസ്സിൽ പറഞ്ഞു. രഞ്ജൻ ഫോണിൽ സ്മാർട്ട് ഹബ്ബ് ഗൂഗിൾ സെർച്ച് ചെയ്തു. കമ്പനി കോൺടാക്ട് ഡീറ്റെയിൽസ് ഫോണിൽ സേവ് ചെയ്തിട്ട് ജോഗിങ്ങിന് പോയി. രാജീവ് വീട്ടിലെത്തി. ഗുഡ് മോർണിംഗ് ഏട്ടാ, ഇന്നെന്താ വൈകിയത്? എൻ്റെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ഡേറ്റ് ആണെന്ന് അറിഞ്ഞ് മുങ്ങിയതാണോ? രാജീവിനോട് അനിയത്തി രജനി ചോദിച്ചു. ഓടി വായടി, നീ ധൈര്യമായിട്ട് കോളേജിൽ പോയിക്കോ. നിന്റെ പരീക്ഷാ ഫീസ് ഞാൻ ഇന്നലെ വൈകിട്ട് പോയി അടച്ചിരുന്നു.
എൻ്റെ മോള് നല്ല മാർക്കോടെ പാസ്സായാൽ മതി കേട്ടോ. രാജീവ് രജനിയുടെ തലയ്ക്ക് കിഴുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ആ നീ വന്നോ, പോയി കുളിച്ചിട്ട് വാ. അമ്മ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ കഴിച്ച് കിടന്നോ. അമ്മയ്ക്ക് ഇന്ന് തൊഴിലുറപ്പിന് പോകണം. അരകല്ലിൽ വെട്ടിരുമ്പ് തേച്ച് മിനിക്കൊണ്ട് ഭവാനി പറഞ്ഞു. അമ്മയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പണിക്കൊന്നും പോവേണ്ടാന്ന്. എന്നാൽ കേൾക്കാതെ പിന്നെയും തൊഴിലുറപ്പെന്ന് പറഞ്ഞ് ഇറങ്ങണം. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം അമ്മയെ കഷ്ടപ്പെടുത്തിയിരുന്ന. രാജീവിന്റെ സംസാരം നേർത്തു. അതെ അതെ, നിന്റെ അച്ഛൻ അങ്ങനെ ഒരു വാക്ക് വാങ്ങി പരലോകത്ത് പോയി. ആ മനുഷ്യനുള്ളപ്പോൾ പോലും ഈ വീട്ടിലൊരു കഷ്ടപ്പാടൊന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനെ ഒരു ദുശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞാലും കയ്യിലുള്ള കൂടി വിറ്റിട്ട് സഹായിക്കും. ഒടുവിൽ എന്തായി? നമുക്കൊരു ആവശ്യം വന്നപ്പോൾ ഒറ്റക്കായി പോയില്ലേ? എൻ്റെ മോൻ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്ന് ഈ അമ്മക്ക് അറിയാം. അതെല്ലാം പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടല്ലേ ഇഷ്ടമില്ലായിരുന്നിട്ടും അച്ഛൻ്റെ ഈ കുപ്പായി നീ അണിഞ്ഞത്. ഭവാനിയുടെ കണ്ണ് നിറഞ്ഞു. ഇതാ ഇപ്പോൾ നന്നായത്. അന്ന് ഞാൻ ഈ കുപ്പായ അണിഞ്ഞുകൊണ്ട് ഈ വീട്ടിലൊരു സ്ഥിര വരുമാനക്കാരൻ ഉണ്ടായില്ലേ? അല്പസ്വല്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ കൊച്ചു വീട്ടിൽ നമ്മൾ സന്തോഷത്തോടെ തന്നെയല്ലേ ജീവിക്കുന്നത്. രാജീവ് അമ്മയെ ചേർത്ത് പിടിച്ചു. പിന്നെ എൻ്റെ അമ്മ വെയിലും പൊടിയൊക്കെ അടിച്ച് ഈ സൗന്ദര്യം കളയരുത്. അമ്മയെ കണ്ട നടി ശ്രീവിദ്യ പോലെയാണെന്ന് രജനി പറയുന്ന കള്ളമല്ല. രാജീവ് ഭവാനിയുടെ കവിളിൽ നുള്ളി. ഒന്ന് പോടാ ചെക്ക, നീയും നിന്റെ അനിയത്തിയും കിട്ടുന്ന സമയമെല്ലാം ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇപ്പം ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഈ പണിക്ക് പോകുന്നത്. അമ്മക്ക് വയ്യാൻ തോന്നുന്ന ആ നിമിഷം അമ്മ ഈ പണി നിർത്തും. അമ്മ കഴിച്ചോ? ആ, ഞാനും രജനിയും കഴിച്ചതാ. മോൻ കുളിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് കിടന്നോട്ടോ, ഭവാനി പറഞ്ഞു. രാവിലെ രാജീവിന് ഏറ്റവും പ്രിയപ്പെട്ട കപ്പയും ചേനയും ചേമ്പും കാച്ചിലും കൂടി കൂട്ടിയിട്ട് പുഴുങ്ങിയ പുഴുക്കും നല്ല കാന്താരി ചമ്മന്തിയും കൂട്ടിന് ചക്കരക്കാപ്പിയും അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. രാജീവ് കഴിക്കാനായിരുന്നു. ഏട്ടാ ഞാൻ ഇറങ്ങുവാ. രജനി കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. മോളെ കാവല ഒരു സ്കൂട്ടിൽ കൊണ്ടുവിടണോ? വേണ്ടേട്ടാ, സമയമുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാം. രജനി വീട്ടിൽ നിന്ന് ഇറങ്ങി. രാജീവ് യൂട്യൂബിൽ സിനിമയും കണ്ട് പുഴുക്ക് ആസ്വദിച്ച് കഴിച്ചു. കഴിച്ചെഴുന്നേറ്റപ്പോൾ ശങ്കരേട്ടൻ ഫോണിൽ വിളിച്ചു. ഹലോ ശങ്കരേട്ട, ഉറങ്ങിയില്ലേ? രാജീവ് ചോദിച്ചു. ഇല്ല, ഉറങ്ങാൻ കിടന്നു. ആ കൊച്ചി രാവിലെ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ശങ്കര യാമിയെ പറ്റി തിരക്കി. ഇല്ല ശങ്കരേട്ട, ഒരു പാവം വേണ്ടാന്ന് തോന്നുന്നു. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചു. ശങ്കരേട്ടനോട് മാപ്പ് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. നിനക്ക് പിന്നെ എല്ലാവരും പാവങ്ങളാണല്ലോ. നീ ഇത്രയും പാവാവല്ലേ രാജീവേ. ഒന്നുമില്ല, നീ ഒരു പോലീസല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഉശിരി കാണിക്കണം നീ, ശങ്കരൻ പറഞ്ഞു. അത് ശങ്കരേട്ടാ, എനിക്ക് ഉശിരില്ലെന്ന് ആരാ പറഞ്ഞു? പിന്നെ ഉശിരി കാണിക്കേണ്ട എവിടെയാണെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാ ശരി, നിന്റെ ഉശിരി എന്നോട് കാണിക്കണ്ട കേട്ടോ, ഞാൻ ഫോൺ വെക്കുവാണേ. ശങ്കരൻ ഫോൺ കട്ട് ചെയ്തു. രാജീവ് ചിരിച്ചു. പാവം ശങ്കരേട്ടൻ, എപ്പോഴും എൻ്റെ നിഴലായി നടക്കുന്ന പാവം മനുഷ്യൻ. തൻ്റെ അച്ഛൻ്റെ ഉറ്റ ചങ്ങാതി. ഡ്യൂട്ടി സമയത്ത് അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ് തങ്ങളുടെ അച്ഛന്. അന്ന് താൻ സേലത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയം. അച്ഛൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞ് അമ്മയെ അനിയത്തിയെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ മനസ്സ് അനുവദിച്ചില്ല. ശങ്കരേട്ടൻ പറഞ്ഞാണ് അച്ഛൻ സർവീസിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ട് തനിക്ക് ജോലി കിട്ടുമെന്ന് അറിഞ്ഞത്. തനിക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാം ശങ്കരേട്ടനാണ് ശരിയാക്കി തന്നു. രാജീവ് ഓർത്തു. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടാണ് അച്ഛൻ പോയത്. ചുമരിൽ മാറിയിട്ട് വെച്ചിരുന്ന വിശ്വനാഥന്റെ ചിത്രത്തിലേക്ക് രാജീവ് നോക്കി നെടുവീർപ്പെട്ടു. ഓരോന്ന് ആലോചിച്ച് രാജീവ് എപ്പോഴും ഉറങ്ങിപ്പോയി. പെട്ടെന്ന് രാജീവിന്റെ ഫോൺ ബെല്ലടിച്ച്. ഉറക്കം മുറിഞ്ഞു പോയതിന്റെ ദേഷ്യത്തിൽ രാജീവ് ഫോണിൽ നോക്കി. രജനി കോളിംഗ്. ഇവൾക്ക് ക്ലാസ് തുടങ്ങാനുള്ള നേരം കഴിഞ്ഞല്ലോ, പിന്നെന്താ വിളിക്കുന്നേ? രാജീവ് ഫോൺ എടുത്തു. ഹലോ രജനി. ഹലോ, ഇത് രജനിയല്ല. രജനി നിങ്ങളുടെ സിസ്റ്റർ ആണല്ലേ? അതെ, ആരാണീ സംസാരിക്കുന്നത്? രാജീവിന് മനസ്സിലൊരു പരിഭ്രമം ഉണ്ടായി. നിങ്ങളുടെ സിസ്റ്ററിന് കോളേജ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പോൾ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് അവൾക്ക് ചെയ്യുന്നുണ്ട്? രാജീവ് പരിഭ്രാന്തനായി. പുറമേ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ നോക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടാവും, നിങ്ങൾ വന്നിട്ടേ പോകൂ. ഫോൺ നിലച്ചു. രാജീവ് വീട്ടിൽ നിന്നിറങ്ങി ഉടൻ സ്കൂട്ടർ എടുത്ത് ഹോളി ക്രോസ് ആശുപത്രിയിലേക്ക് പോയി. കാഷ്വാലിറ്റി ലക്ഷ്യമാക്കി രാജീവ് ഓടി. ചുമരിൽ ചാരി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് രാജീവ് ഒന്ന് അമ്പരന്നു. യാമി. രാജീവ് രജനിയുടെ നമ്പറിൽ വിളിച്ചു. യാമിയുടെ കയ്യിൽ നിന്ന് ഫോൺ ബെല്ലടിച്ചു. യാമി ഫോൺ എടുത്തു. യാമിയാണ് തന്നെ വിളിച്ചതെന്ന് രാജീവിന് മനസ്സിലായി. രാജീവ് ഫോൺ കട്ട് ചെയ്തു. യാമി. രാജീവ് വിളിച്ചു. ആ, ഇതാണ് സാറോ? എന്താ ഇവിടെ? താൻ വിളിച്ച എന്നെയാ, എൻ്റെ അനിയത്തിയ രജനി. ഓ, ഈസ് ഇറ്റ്? യാമി വിശ്വാസമില്ലാതെ ചോദിച്ചു. ഞാൻ കോളേജ് റോഡ് പാസ് ചെയ്തു പോയപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞു. റോഡ് ബ്ലോക്കായി. ആരും ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ നിന്നവരുടെ സഹായത്തോടെ ആളിവിടെ എത്തിച്ചു. ഫോൺ അൺലോക്ക് ആയിരുന്നു, അതുകൊണ്ട് കോൺടാക്ട് ലിസ്റ്റിൽ നമ്പർ കിട്ടി. അങ്ങനെയാ വിളിച്ച്. രജനിയുടെ ബന്ധുക്കളാരാ? രാജീവ് സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന്. സിസ്റ്റർ, ഞാൻ രജനിയുടെ ഏട്ടനാണ്. രജനിക്ക് ഇപ്പം എങ്ങനെയുണ്ട് സിസ്റ്റർ? രാജീവ് അപ്രാളത്തോട് ചോദിച്ചു. അത് ഡോക്ടർ പറയും. രാജീവ് യാമിയെ നോക്കി.
രാജീവ് ഡോക്ടറിന്റെ മുറിയിലേക്ക് നടന്നു. യാമി രാജീവിന്റെ പിന്നാലെ പോയി. ഡോക്ടർ, ഞാൻ രാജീവ്. ഇപ്പോൾ ആക്സിഡന്റ് കേസായിട്ട് വന്ന രജനിയുടെ സഹോദരനാണ്. ഓ, സി മിസ്റ്റർ രാജീവ്. രജനിക്ക് അത്യാവശ്യമായിട്ടൊരു സർജറി വേണം. ആൾക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. നമുക്കധികം സമയമില്ല. സിസ്റ്റർ, രാജീവിന് ഡെപ്പോസിറ്റ് ബില്ല് കൊടുത്ത് വേഗം തന്നെ അഡ്വാൻസ് കൗണ്ടറിൽ അടപ്പിക്കും. ബ്ലഡ് ബാങ്കിൽ വിളിച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് സമയമില്ല. ഓപ്പറേഷനുള്ള സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് സർജറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കോ. ഡോക്ടർ പെട്ടെന്ന് മുറിയിൽ നിന്ന് പോയി. രാജീവ് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു. സിസ്റ്റർ അഡ്വാൻസ് അടക്കാനുള്ള ബില്ല് രാജീവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. രാജീവ് പേപ്പറിലേക്ക് നോക്കി. 75,000 രൂപ. അവന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. രാജീവിന്റെ നിൽപ്പ് കണ്ടപ്പോൾ യാമി രാജീവിന്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി നോക്കി. രാജീവിന്റെ നിസ്സഹായാവസ്ഥ അയാളുടെ മുഖത്ത് നിഴലിച്ച് നിന്നു. രാജീവ് ഫോണെടുത്ത് ശങ്കരനെ വിളിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. രാജീവ് അറിയുന്ന ഓരോരുത്തരെയും വിളിച്ചു. ഒരാളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയില്ല. രാജീവ് സർ. രാജീവ് തിരിഞ്ഞു നോക്കി. യാമിയായിരുന്നു. അഡ്വാൻസ് ഞാൻ അടച്ചിട്ടുണ്ട്. ഏയ്, അത് വേണ്ടായിരുന്നു. പൈസ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. രാജീവ് നിന്ന് പതറി. തൽക്കാലം ഓപ്പറേഷൻ നടക്കണേ രാജീവ് സർ. നമുക്ക് കളയാൻ സമയമില്ലല്ലോ. ഈ ബില്ലുകൊണ്ട് സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്ത് സമ്മതപത്രം വാങ്ങി ഒപ്പിട്ട് കൊടുക്ക്, യാമി പറഞ്ഞു. രാജീവ് നന്ദിപൂർവ്വം യാമിയെ നോക്കി. സമ്മതപത്രം ഒപ്പിട്ട് രാജീവ് സിസ്റ്ററിനെ ഏൽപ്പിച്ചു. രാജീവ് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെ കസേരയിൽ പോയിരുന്നു. യാമി കോഫി വെൻഡിങ് മെഷീനിൽ നിന്ന് 2 കോഫി എടുത്തു. രാജീവിന് നേരെ കോഫി നീട്ടി. എനിക്ക് വേണ്ട യാമി, തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. എനിക്കാകെ പയാവുക. അതെ, തൽക്കാലം സാറൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഒന്നില്ലെങ്കിലും നമ്മൾ രണ്ടാക്കുന്ന നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നോ? യാമി ചിരിച്ചു. യാമിയുടെ സംസാരം കേട്ട് രാജീവും പതിയെ ചിരിച്ചു. ഹോ, ഒന്ന് ചിരിച്ചല്ലേ. ഗുഡ്. ഇനി ആ കോഫി കുടിക്കേ. തനിക്കറിയാമോ, ഇതുപോലൊരു ആക്സിഡന്റിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടമായത്. 6 വർഷമായി. അച്ഛൻ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. ഓഹോ, അപ്പം അങ്ങനെയാണ് സാറിന് ഈ പോലീസ് കുപ്പായം കിട്ടിയത് അല്ലേ? രാജീവ് ഒന്ന് മൂടി. ജീവിതം പലപ്പോഴും അങ്ങനെയാണ് സർ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊക്കെ നടന്നാൽ അതിനൊരു ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. മുകളിലിരിക്കുന്നവരൊന്ന് തീരുമാനിക്കും, നമ്മളത് അനുസരിച്ച് ചലിക്കും. അത്രയേ ഉള്ളൂ, യാമി പറഞ്ഞു. സത്യത്തിൽ താൻ ആരാണ്? രാജീവ് യാമിയോട് ചോദിച്ചു. ഞാനോ? ഞാൻ യാമിനി കൃഷ്ണൻ. അറിയുന്നവരെന്നെ യാമി എന്ന് വിളിക്കും. എന്നെപ്പറ്റി ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അതാണ് ഞാൻ. കൂടുതൽ പറയാൻ വേണ്ടിയുള്ള ഒരു പരിചയമാകുമ്പോൾ ഞാൻ എന്നെപ്പറ്റി പറയാം, അതുപോലെ. യാമി ചിരിച്ചു. യാമിയുടെ ഫോൺ ബെല്ലടിച്ചു. അവൾ ഫോൺ എടുത്തു. സോറി, എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിക്ക് ആക്സിഡൻ്റ് ആയി. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. എനിക്കൊന്ന് വരാൻ പറ്റില്ല. പിന്നെ ചെയ്യാനുള്ള ടാസ്ക് എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ വൈകിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മെയിൽ അയക്കാം. താൻ എൻ്റെ പെങ്ങളുടെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ എൻ്റെയും വേണ്ടപ്പെട്ട ആൾ തന്നെയാണല്ലോ അല്ലേ? യാമി കണ്ണുരുട്ടി രാജീവിനെ നോക്കി. യാമിയുടെ ആ ചാരക്കണ്ണുകൾ രാജീവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. പേടിക്കാനൊന്നുമില്ല രാജീവ്. രജനി അപകടങ്ങൾ തരണം ചെയ്തു. ഇനി കുറച്ചാൾ കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ടി വരും. ഡോക്ടർ രാജീവിനെ തോളിൽ തട്ടി പറഞ്ഞു. ഇന്നൊരു ദിവസം ICUയിൽ കിടക്കേണ്ടി വരും. രജനിയെ നാളെ മുറിയിലേക്ക് മാറ്റാം. താങ്ക് യു ഡോക്ടർ. ഇപ്പം ടെൻഷൻ മാറിയില്ലേ? അനിയത്തി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. യാമി രാജീവിനെ നോക്കി ചിരിച്ചു. താൻ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ഇനി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ പോയിക്കോ. പിന്നെ താൻ എനിക്ക് തന്ന പൈസ എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ തരും, രാജീവ് പറഞ്ഞു. എനിക്ക് തരാനുള്ള പൈസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് സാറില്ല. ഇനി ഇവിടെ പൈസ വേണ്ടി വരില്ലേ? അതിന് വല്ല വഴി കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ചെറിയൊന്ന് 2 ചിട്ടികളുണ്ട്. ആ പൈസ തെരപ്പെടുമെന്ന് നോക്കണം. പിന്നെ ഇന്നലെ കണ്ട ശങ്കരേട്ടനില്ലേ, പുള്ളിയോട് ചോദിച്ചാൽ സഹായിക്കാതിരിക്കില്ല. ശരി, എന്തെങ്കിലും ആവശ്യം എന്നെ വിളിക്കാൻ മടിക്കരുത്. ഇതാണ് എൻ്റെ നമ്പർ. ബാഗിൽ നിന്നൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടിക്കൊണ്ട് യാമി പറഞ്ഞു. രാജീവ് അത് വാങ്ങി ആ കാർഡിലൂടെ ഒന്ന് കണ്ണോടിച്ചു. താങ്ക്സ്, എല്ലാത്തിനും നന്ദി യാമി, രാജീവ് പറഞ്ഞു. അപ്പോൾ ശരി രാജീവ് സാർ, കാണാം. യാമി യാത്ര ചോദിച്ചിട്ട് നടന്നു. രാജീവ് ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. അമ്മക്ക് മൊബൈലില്ല. ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ തനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് തർക്കുത്തരം പറയും. രാജീവ് പിറുവിറുത്തു. യാമി പോയപ്പോൾ രാജീവിന് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി അവിചാരിതമായി കണ്ട ഒരു പെണ്ണ് ഇന്നലത്തെ അവളുടെ ചേഷ്ടകളും സംസാരവും കേട്ടാൽ അധിക പ്രസംഗിയാണെന്ന് തോന്നിപ്പോവും. എന്നാൽ ഇന്നലെ കണ്ടതിൻ്റെ വിപരീതമാണല്ലോ ഇന്നിവിടെ കണ്ട യാമി എന്ന് രാജീവ് ഓർത്തു. യാതൊരു പരിചയവുമില്ലാത്ത തൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷന് പണം തന്ന് സഹായിച്ചിരിക്കുന്നു. ആ പണം തിരികെ കൊടുത്താൽ പോലും യാമിയോടുള്ള കടപ്പാട് മാറില്ലെന്ന് രാജീവ് ഓർത്തു. രജനിയെ മുറിയിലേക്ക് മാറ്റിയിട്ട് ഒരാഴ്ചയാവുന്നു. ഓനെ നാളെ വീട്ടിൽ പോകാന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അതേമ്മേ, നാളെ നമുക്ക് പോവാം. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശങ്കരൻ അവിടേക്ക് വന്നത്. ശങ്കരേട്ടൻ എന്താ ഈ സമയത്ത് വന്ന്? ഡ്യൂട്ടി ഇല്ലേ? ഞാൻ ഹാഫ് ഡേ ലീവാണ് ഭവാനി. രജനി മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ശങ്കരൻ തിരക്കി. ഇടക്ക് വേദനയുണ്ട്, രജനി പതിയെ പറഞ്ഞു. ഡാ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ശങ്കരൻ രാജീവിനെ കൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി. നീ ഒന്ന് കൗണ്ടറിൽ ചെന്നിട്ടേ നാളെ മൊത്തം എത്ര തുക അടക്കേണ്ടി വരുമെന്ന് ചോദിക്കും. നമുക്കതനുസരിച്ചൊന്ന് തയ്യാറായി ഇരിക്കാലോ.
രാജീവ് കൗണ്ടറിൽ പോയി തിരക്കി. രജനി വിശ്വനാഥനല്ലേ? രജനിയുടെ ബില്ലല്ല ഒരു യാമിനി കൃഷ്ണൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് സാർ. കൗണ്ടറിലിരുന്ന പെൺകുടി രാജീവിനോട് പറഞ്ഞു. എപ്പോഴാണ് പൈസ അടച്ചെന്ന് അറിയാൻ പറ്റുമോ? രാജീവ് തിരക്കി. ഒരു അരമണിക്കൂർ മുമ്പാ. നാളത്തെ റൂം റെന്റിന് തന്നിട്ടുണ്ട്. കൗണ്ടറിൽ നിന്ന് പെൺകുട്ടി കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. രാജീവ് ശങ്കരേട്ടനെ നോക്കി. എന്താടാ ഇതൊക്കെ? ആ പെണ്ണ് നിന്നെ എന്തിനു സഹായിക്കണം? നിങ്ങൾ തമ്മിൽ ഞാനറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ശങ്കരൻ ചോദിച്ചു. ഓ, എൻ്റെ ശങ്കരേട്ട അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ യാമിയെ രജനെ ആശുപത്രി കൊണ്ടുവന്ന്. ഓപ്പറേഷൻ ഉടൻ തന്നെ പൈസ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ 1 രൂപ ഇല്ലാതെന്ന് എന്നെ മനസ്സാരം സഹായിച്ചു. അത് ഞാൻ പറഞ്ഞിട്ടല്ല. എന്തായാലും അവൾക്ക് നിന്നോടൊരു സോഫ്റ്റ് ഓണർ ഉണ്ട്. മുറുകെ പിടിച്ചോ, കൈവിട്ട് കളയണ്ട. ശങ്കരൻ കളിയാക്കി പറഞ്ഞു. അയ്യോ, എനിക്ക് ഇപ്പോഴുള്ള വള്ളിക്കെട്ടിന് തീർപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ പുതിയ കുരിശ്. രാജീവ് കൈകൂപ്പി പറഞ്ഞു. മോനെ, നീ ശങ്കരേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോ. നാളെ രാവിലെ എത്തിയാൽ മതി. ആ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ ശങ്കരേട്ടാ? ആ, വാ പോയേക്കാം, ശങ്കരൻ പറഞ്ഞു. രാജീവ് വീട്ടിലെത്തി. യാമി എന്തിനാണ് പിന്നെയും എനിക്ക് പണം തന്ന് സഹായിച്ച്? രാജീവ് സൂക്ഷിച്ചു വെച്ചിരുന്ന യാമിയുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തു. ഫോണിൽ യാമിയുടെ നമ്പറിൽ ഡയൽ ചെയ്തു. ഒറ്റ ബെല്ലിൽ തന്നെ യാമി ഫോൺ എടുത്തു. ഹലോ, ആരെ വിളിക്കുന്നത്? ഞാൻ രാജീവാണ്, രജനിയുടെ ചേട്ടൻ. ആ സർ, പറഞ്ഞോളൂ, എന്തായി കാര്യങ്ങൾ? രജനിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? രജനി കുറവുണ്ട്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതാ പിന്നെ വിളിക്കാണ്ടിരുന്ന. തിരക്കുള്ള ആളിന് ബില്ലടക്കാൻ എപ്പോൾ സമയം കിട്ടി? രാജീവ് ചോദിച്ചു. ആ അതോ, അത് ഞാൻ അഡ്വാൻസ് ഇറക്കാൻ പോയ സമയത്ത് അവിടെ പറഞ്ഞിരുന്നു. രജനിയുടെ ചികിത്സയുടെ പൈസ ഞാൻ അടച്ചോളാം, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവരെന്നെ രാവിലെ വിളിച്ചിരുന്നു, അതാ പൈസ അടച്ചത്, യാമി പറഞ്ഞു. അവിടെ വന്നിട്ട് താനെന്താ രജനിയെ കാണാൻ വരാതിരുന്ന്? രാജീവ് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ ആകെ തിരക്കായിരുന്നു, അതാ കയറാൻ നിൽക്കാതിരുന്ന്. ഞാൻ വൈകിട്ട് രാജീവ് സാറിനെ തിരിച്ചു വിളിക്കാം, ഇപ്പം അല്പം ബിസിയാണ്. രാജീവ് എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് യാമി ഫോൺ വെച്ചു. യാമി ചിരിച്ചു. എൻ്റെ രാജീവേ, ചില മൂക്ക് വളഞ്ഞു പിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? നിന്നെയും അങ്ങനെ വളഞ്ഞു പിടിക്കാനാണ് എനിക്കിഷ്ടം. പെട്ടെന്ന് യാമിയുടെ ക്യാബിൽ നിന്ന് ഓഫീസിൽ പോയി വന്നു. മാഡത്തിനൊരു വിസിറ്ററുണ്ട്. ഈ നേരില്ലാത്ത നേരത്തെ ആരാണ്? യാമി പിറുവിറുത്ത്. വരാൻ പറയൂ. യാമിയുടെ ക്യാബിൻ്റെ ഡോറിൽ മുട്ടി. യെസ്, കമീൻ. ഡോർ തുറന്ന് ഉള്ളിലേക്ക് വരുന്ന ആളെ കണ്ട് യാമിയുടെ മുഖം ചുവന്നു. രഞ്ജൻ. യാമിയുടെ അനുവാദം പോലും ചോദിക്കാതെ യാമിയുടെ മുന്നിൽ കിടന്ന കസേര നീക്കിയിട്ട് യാമിക്ക് അഭിമുഖമായി രഞ്ജൻ ഇരുന്നു. രഞ്ജന്റെ പെരുമാറ്റം യാമിക്ക് തീരെ രസിച്ചില്ല. നിങ്ങൾ ആരാ മിസ്റ്റർ? നിങ്ങൾക്ക് എന്ത് വേണം? യാമിനി ദേഷ്യത്തോടെ ചോദിച്ചു. യാമി, അത് തന്നെയല്ലേ നിന്റെ പേര്? നീ എന്നെ മറന്നതോ അതോ മറന്നതായിട്ട് അഭിനയിക്കുന്നോ? എനിക്ക് നിങ്ങളെ ഓർക്കേണ്ട കാര്യമില്ല. ഓർക്കാൻ മാത്രമുള്ള ബന്ധം നമുക്കിടയിൽ ഇല്ലല്ലോ. ജീവിതത്തിൽ മറക്കേണ്ട കാര്യങ്ങൾ മറന്നു കളഞ്ഞാൽ ഞാൻ ജീവിക്കണം. ദുഃഖപുത്രിയായിട്ട് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞ ആ നിമിഷത്തോർത്ത് ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. നിങ്ങളോടുള്ള വാശിയുടെ മറുപടിയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ യാമിനി കൃഷ്ണൻ. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയെന്നോ പണത്തിൻ്റെ അഹങ്കാരമെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അന്ന് നിന്നോട് ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഏറെ സമയം വേണ്ടി വന്നു. പക്ഷേ ഇന്ന് നിന്നെ ഈ നിലയിൽ കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് യാമി. നിന്നോട് ചെയ്തു പോയ എല്ലാ തെറ്റിനും മാപ്പ്. പഴയതുപോലെ അല്ലെങ്കിലും ഒരു നല്ല സുഹൃത്തായിട്ട് തനിക്കെന്നെ കാണാം. ഞാനിന്ന് ഈ സിറ്റിയുടെ പോലീസ് മേധാവിയാണ്. എന്ത് സഹായം വേണ്ടി വന്നാലും വിളിക്കാൻ മറക്കരുത്. ജോലി നടക്കട്ടെ. ശല്യമായിട്ടിരിക്കുന്നില്ല. രഞ്ജൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനൊരുങ്ങി. മിസ്റ്റർ രഞ്ജൻ, എനിക്ക് താങ്കളുടെ ഒരു സഹായം ഒരു കാലത്തും വേണ്ട. ചെയ്തെന്ന ഉപകാരങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട്. യാമിനിയുടെ ഒട്ടും മയമില്ലാത്ത പെരുമാറ്റം കണ്ട് രഞ്ജന് വേദന തോന്നി. തിരിച്ചുള്ള യാത്രയിൽ രഞ്ജൻ ആകെ അസ്വസ്ഥനായിരുന്നു. എന്നെങ്കിലും യാമിയെ കാണുമ്പോൾ ആ കാലിൽ വീണ് മാപ്പ് പറയുന്ന തന്നോട് ഒരു ദയമില്ലാതെയല്ലേ സംസാരിച്ചത്? അല്ല, അവളെ തെറ്റു പറയാൻ പറ്റില്ല. അവൾ അനുഭവിച്ച അപമാനത്തിൻ്റെയും നാണക്കേൻ്റെയും 100% ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. രഞ്ജന് ഡ്യൂട്ടിക്ക് പോകാൻ തോന്നിയില്ല. 2 ദിവസത്തെ ലീവിന് വിളിച്ചു പറഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് പോയി. രഞ്ജന്റെ കാർ വിശാലമായ ആലപ്പാട്ട് തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. രഞ്ജൻ കാറിൽ നിന്ന് ഇറങ്ങി. വണ്ടിയുടെ ശബ്ദം കേട്ട് രഞ്ജന്റെ അമ്മ വിജയലക്ഷ്മി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ആഹാ, ഇതെന്തു പറ്റി? നീ പതിവില്ലാതെ ഈ സമയത്ത്? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വരെ നേരം കാലം നോക്കണോ? രഞ്ജൻ വിജയലക്ഷ്മിയോട് ചോദിച്ചു. ഓ, IPS അമ്മയോട് ചൂടാൻ വരണ്ട. അമ്മ ചോദിച്ചു എന്നേ ഉള്ളൂ. വിജയലക്ഷ്മി പിൻവാങ്ങി. ചന്ദ്രയുടെ? അവള് പോവാനാണ്, നിന്റെ മുറി കാണും. രഞ്ജൻ മറുപടി ഒന്നും പറയാൻ നേരെ മുറിയിലേക്ക് പോയി. ചാരിക്കിടന്ന വാതിൽ തുറന്ന മുറിയിലേക്ക് രഞ്ജൻ കയറി. കട്ടിൽ മയങ്ങുന്ന ചന്ദ്രയെ നോക്കി ഒരു നിമിഷം രഞ്ജൻ നിന്നു. പാവം, ഉറങ്ങട്ടെ. രഞ്ജൻ ശബ്ദമുണ്ടാക്കാതെ ബാഗ് വെച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. മോനെ, ചായ എടുക്കട്ടെ? വിജയലക്ഷ്മി ചോദിച്ചു. വേണ്ടാമേ. എന്താടാ, എനിക്ക് എന്തു പറ്റി? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിജയലക്ഷ്മി തിരക്കി. ഞാൻ അവളെ കണ്ടു അമ്മേ. ആരെ? നീ ആരെ കണ്ടെന്നാ? ഞാൻ യാമിയെ കണ്ടു. അത് വളരെ യാദൃശ്ചികമായി. യാമി?
വിജയലക്ഷ്മി പതിയെ ആ പേര് ഉരുവിട്ടു. അവളവിടെ എന്ത് ചെയ്യുക? നീ അവളെ കണ്ടോ? സംസാരിച്ചോ? യാമി അവിടെ ഒരു IT പാർക്കിൽ ജോലിയോ? ഞാനൊന്ന് പോയി കണ്ടിരുന്നു. എന്നാൽ അവളിനോട് നേരെ ഒന്നും മിണ്ടാ പോലും കൂട്ടാക്കിയില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ പകയുടെ കനലെരിയുന്നുണ്ട് അമ്മേ. അനുഭവിച്ചോ? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരുടെയും ശാപവും കണ്ണീര് ഏറ്റുവാങ്ങരുതെന്ന്. അതിനെ ചില്ലറയാണ് നീയും നിന്റെ ഭാര്യയും കൂടി നോവിച്ച്. അതിൻ്റെയൊക്കെ ശിക്ഷ ഇപ്പോൾ പല രീതിയിലായി രണ്ടാളും അനുഭവിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, വിജയലക്ഷ്മി അമർഷത്തോടെ പറഞ്ഞു. അതിന് ചന്ദ്ര അവിടെ എന്ത് ചെയ്തു അമ്മ ഈ പറഞ്ഞു വരുന്നത്? രഞ്ജൻ തിരിച്ചു ചോദിച്ചു. എന്ത് ചെയ്ത നീ തന്നെ ആലോചിച്ച് നോക്ക്, അപ്പൊ അതിന്റെ ഉത്തരം നിനക്ക് കിട്ടും. വിജയലക്ഷ്മി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയി. രഞ്ജൻ ആകെ ഒരു ശൂന്യത തോന്നി. അയാൾ തിരിച്ച് മുറിയിലേക്ക് നടന്നു. ചന്ദ്രയെ ശല്യപ്പെടുത്താതെ മുറിയിലെ സോഫയിൽ പോയി കണ്ണടച്ച് കിടന്നു. രഞ്ജന്റെ ഓർമ്മകൾ 6 വർഷം പിന്നോട്ട് സഞ്ചരിച്ചു. രഞ്ജൻ ഫൈനൽ ഇയർ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയം. കോളേജിൽ നവാഗതരെ ചെറിയ രീതിയിൽ റാങ്കിങ് ചെയ്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സീനിയേഴ്സ്. അപ്പോഴാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചെറിയ കാശപിശ നടക്കുന്നതെന്ന് അറിഞ്ഞത്. പെൺപടയുടെ ലീഡറായിരുന്നു ചന്ദ്ര നരേന്ദ്രൻ. ചന്ദ്ര ഒരു പെൺകുട്ടിയെ തടഞ്ഞു വെച്ചിരുന്നു. രഞ്ജൻ അവിടേക്ക് ചെന്നു. എന്താ ഇവിടെ പ്രശ്നം? രഞ്ജൻ ചന്ദ്രയുടെ അടുക്കൽ പോയി തിരക്കി. രഞ്ജൻ ഒളി കണ്ടിട്ട് ആ പെൺകുട്ടിയെ നോക്കി. ഒരു നാട്ടുംപുറത്തുകാരി പെൺകുട്ടി. അവളെ വളഞ്ഞിരിക്കുകയാണ് ഈ പെൺപട. ഇത് ഡിപ്പാർട്ട്മെന്റ് വേറെയാണ് സാർ, നിങ്ങൾ പോയി ഇലക്ട്രോണിക് പിള്ളേരുടെ പ്രശ്നം പരിഹരിക്കാൻ നോക്ക്, ഞങ്ങളുടെ ഇടയ്ക്ക് കൈയടത്താൻ നോക്കണ്ട, ചന്ദ്ര തീർത്ത് പറഞ്ഞു. ചന്ദ്ര താൻ പറഞ്ഞത് ശരി തന്നെയാ, പക്ഷെ ഇവിടെ റാങ്കിങ് പറ്റില്ല. അതിനുള്ള പുറപ്പാടാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പളിന് പരാതി കൊടുക്കും, രഞ്ജൻ കാർക്കശ്യമായി പറഞ്ഞു കേട്ട് ചന്ദ്ര നായഞ്ഞു. തൽക്കാലം നീ രക്ഷപ്പെട്ടു, എപ്പോഴും രക്ഷിക്കാൻ രക്ഷകം വരില്ല, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമോളെ, ചന്ദ്ര വെല്ലുവിളിച്ചു. യാമി ചന്ദ്രയെ രൂക്ഷമായി നോക്കി. എന്താടി നോക്കുന്നത്? ദേ എടി പൊടി ഭാഷ നിങ്ങളുടെ വീട്ടിൽ പ്രയോഗിച്ചാൽ മതി, എൻ്റെ അടുത്ത് വേണ്ട, യാമി തിരിച്ചടിച്ചു. അത്രയ്ക്ക് അഹങ്കാരോ? ചന്ദ്ര യാമി അടിക്കാൻ കയ്യോങ്ങിയതും ചന്ദ്രയുടെ കൈകൾ യാമി തടഞ്ഞു. ഞാൻ നിങ്ങളുടെ ജൂനിയറാണ്, സമ്മതിച്ചു. എന്നാൽ നിങ്ങളുടെ തിണ്ണമിടുക്ക് എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നാലേ ഈ യാമി ആരാണ് നിങ്ങൾ അറിയും. ചന്ദ്ര ചുറ്റുമുള്ളവരുടെ മുമ്പിൽ ചൂളിന്ന് പോയി. ഇതെല്ലാം മാറിയുന്നുകൊണ്ട് രഞ്ജൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യാമിയുടെ പെട്ടെന്നുള്ള പ്രതികരണം കണ്ട് ചന്ദ്ര ഒന്ന് പതറി. എങ്കിലും അവൾ പുറമേ കാട്ടിയില്ല. നീ ഇവിടെ മര്യാദക്ക് പഠിക്കുന്ന എനിക്കൊന്ന് കാണണം, ചന്ദ്ര അമർഷത്തോടെ പറഞ്ഞു. ചേച്ചി, ഞാനിവിടെ ഒന്ന് പഠിക്കാൻ തന്നെയാണ്, എനിക്ക് ആരോടും വഴക്കിടാൻ താല്പര്യമില്ല. ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നവളാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. യാമി അത്രയുമായിട്ട് ചന്ദ്രയെ കടന്ന് മുന്നോട്ട് പോയി. ആദ്യമായിട്ടാണ് എല്ലാവരുടെയും മുമ്പിൽ ചൂളി നിൽക്കേണ്ടി വന്നത്, അതും പുതുതായി വന്ന ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ. ഇത് ഞാൻ വിട്ടുകളാൻ ഉദ്ദേശിക്കുന്നില്ല രഞ്ജൻ, നീ ഒന്ന് കൂളായിക്കേ ചന്ദ്ര, എന്തിനാ ഈ വാശി? നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ ഭാഗത്തല്ല. നമ്മുടെ കോളേജിൽ റാങ്കിങ് നിരോധിച്ചിട്ട് കുറച്ച് നാളുകളായി. പിന്നെ പുതിയ കുട്ടികൾ വരുമ്പോൾ ചെറിയ തമാശകളൊക്കെ കാണിച്ചാൽ കോളേജ് മാനേജ്മെന്റ് കണ്ടില്ലെന്ന് അടിക്കും. പക്ഷെ ആരെങ്കിലും ഒന്ന് പരാതി കൊടുത്ത കളി കാര്യവും. നമ്മൾ ഫൈനലിയറാണെന്ന് മറന്നുപോരുത്. അതുകൊണ്ട് നിന്റെ വാശിയും ദേഷ്യമൊക്കെ ഇവിടെ കളഞ്ഞേക്കണം. ഇല്ല രഞ്ജൻ, ഇത് ഞാൻ വിട്ടുകളയില്ല. എന്നെ കളിയാക്കി വിജയിച്ചു പോയ അവിടെ കണ്ണുനീരെനിക്ക് കാണണം. അതിന് നീ എന്നെ സഹായിക്കണം. എൻ്റെ മനസ്സിലൊരു പദ്ധതി തെളിഞ്ഞു വരുന്നുണ്ട്, അതിന് നിന്റെ സഹായം എനിക്ക് വേണം. എന്തു പദ്ധതി? രഞ്ജൻ ചോദിച്ചു. ചന്ദ്ര അവളുടെ മനസ്സിലുണ്ടായ ആശയത്തെപ്പറ്റി രഞ്ജനോട് പറഞ്ഞു. അത് വേണ്ട ചന്ദ്ര, എനിക്ക് തീരെ താല്പര്യമില്ല. പ്ലീസ് രഞ്ജൻ, എനിക്ക് വേണ്ടി നീ ഇതിനെ സമ്മതിക്കണം. ചന്ദ്രയുടെ നിർബന്ധത്തിന് വഴങ്ങി രഞ്ജനോട് സമ്മതിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ രഞ്ജനും ചന്ദ്രയും നല്ല കൂട്ടുകാരാണ്. സൗഹൃദത്തിനുപരി രണ്ടാളും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. വീട്ടുകാർക്ക് അറിവുള്ള ബന്ധമായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇരു വീട്ടുകാരും നൽകിയിരിക്കുന്നത്. ചന്ദ്രയുടെ നിർബന്ധത്തിന് വഴങ്ങി രഞ്ജൻ യാമിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. യാമി എവിടെ പോയാലും രഞ്ജൻ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് രഞ്ജന്റെ പേര് ചേർത്ത് കൂട്ടുകാർ കളിയാക്കിയപ്പോൾ പോലും യാമിയൊന്നും ഗൗനിച്ചില്ല. കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ യാമി രഞ്ജനെ കാണാൻ തീരുമാനിച്ചു. രഞ്ജന്റെ അടുത്ത് നിന്നപ്പോൾ യാമി പതറിയില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് എനിക്കറിയില്ല. ചന്ദ്ര ചേച്ചിയോട് ഞാനന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് ചന്ദ്ര ചേച്ചി എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പകരം ചോദിക്കാനോ പ്രതികാരം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം, എനിക്കൊന്ന് ഒരുങ്ങി നിൽക്കാനാണ്. യാമിയുടെ സംസാരം കേട്ട് രഞ്ജൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. യാമി, എനിക്ക് തന്നെ കണ്ടെന്നു മുതൽ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമുണ്ട്. പലപ്പോഴും തന്നോട് പറയണമെന്ന് കരുതും, പക്ഷെ താനെങ്ങനെ പ്രതികരിക്കുന്ന അറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ പറയാതിരുന്നു. എനിക്ക് ഇയാൾ ഒരുപാട് ഇഷ്ടമാണ്. തൻ്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. യാമി സ്തബ്ധയായി നിന്നു. രഞ്ജൻ യാമി നോക്കി ചിരിച്ചിട്ട് മുന്നോട്ട് നടന്നു. 2 ചുവട് വെച്ച ശേഷം എന്തോർത്ത് പോലെ തിരിഞ്ഞു. തന്നിൽ നിന്ന് ഞാനൊരു യെസ് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാനും ചന്ദ്രയും തമ്മിലുള്ള ബന്ധത്തിന് പല നിറങ്ങളും കൊടുത്ത് ഈ ക്യാമ്പസാണ്. ഞങ്ങൾ അടുത്തറിയാവുന്നവർക്ക് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അറിയാം. തൻ്റെ മറുപടി ഞാൻ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. യാമി ഒന്നും മിണ്ടാതെ തിരികെ നടന്നു. അന്നത്തെ ക്ലാസ്സിൽ അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം അവൾ വീട്ടിൽ പോയി.
ഒരുപാട് പേര് തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടും ഒരു കുലുക്കവും തോന്നാതെ തനിക്ക് ഇപ്പോൾ മാത്രം എന്ത് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. തൻ്റെ മനസ്സിൽ രഞ്ജനൊരു സ്ഥാനമുണ്ടോ അറിയില്ല. ഇല്ല, രഞ്ജൻ പറഞ്ഞെല്ലാം താൻ മറക്കണം. തൻ്റെ വീട്ടിലെ ചുറ്റുപാട് അറിയുമ്പോൾ തന്നെ രഞ്ജൻ തന്നോടുള്ള അടുപ്പം വേണ്ടെന്ന് വെക്കും. പിറ്റേ ദിവസം തന്നെ യാമി രഞ്ജനെ കണ്ടു. രഞ്ജൻ യാമിയെ തന്നെ നോക്കി നിന്നു. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം യാമി സംസാരിച്ചു തുടങ്ങി. അച്ഛനും അമ്മയും അവരവരുടെ സുഖം തേടിപ്പോയപ്പോൾ ഒറ്റപ്പെട്ടു പോയ ഭാര്യയാണ് എൻ്റേത്. അമ്മൂമ്മയുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പഠിച്ചൊരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക എന്നൊരു സ്വപ്നം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അതിനു മുമ്പിൽ ഈ പ്രണയത്തിനൊരു സ്ഥാനമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. രഞ്ജന്റെ മുമ്പിൽ യാമി കൈകൾ കൂപ്പി നിന്നു. യാമിയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ രഞ്ജന് പതർച്ചയുണ്ടായി. അയ്യേ, താൻ കരയുന്നോ? തന്നെ മിടുക്കും ചുറിയുർക്കൊക്കെ എവിടെ പോയി? എനിക്ക് തൊട്ടാവാടി പെണ്ണുകൾ ഇഷ്ടമല്ല. പെണ്ണായ നല്ല കാന്താരി മുളകിൻ്റെ സ്വഭാവമായിരിക്കണം. എന്നെ സ്നേഹിച്ചെന്ന് കരുതി തൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു ഭംഗവും വരില്ല. പിന്നെ തൻ്റെ കൂടെ ഞാൻ കാണില്ലേ? രഞ്ജൻ യാമിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എനിക്ക് ഈ വാക്ക് വിശ്വസിക്കാമോ? യാമി നിറകണ്ണുകളോടെ ചോദിച്ചു. രഞ്ജന്റെ വാക്ക് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. രഞ്ജൻ, രഞ്ജൻ! ചന്ദ്ര വിളിക്കുന്ന കേട്ട് രഞ്ജൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. എന്താ ഈ സോഫയിൽ കിടന്ന്? ഇതെപ്പോ വന്നു? വന്നിട്ട് തന്നെ വിളിക്കാത്ത? ചന്ദ്ര തിരക്കി. ഞാൻ വന്നപ്പോൾ താൻ നല്ല ഉറക്കായിരുന്നു. ഉറങ്ങിക്കൂടെന്ന് കരുതി. ഇന്ന് ഫിസിയോ നേരത്തെ കഴിഞ്ഞു. നല്ല മൽപ്പിടുത്തമല്ലേ? അത് കഴിയുമ്പോൾ ആകെ ഒരു തളർച്ചയാ. എനിക്ക് മടുത്തു രഞ്ജൻ. എത്ര നാളെന്ന് വെച്ചാൽ ഇത് തുടരുക? ഫിസിയോതെറാപ്പിസ്റ്റിന് പോലും വലിയ പ്രതീക്ഷയില്ലെന്ന് അയാളുടെ മുഖം കണ്ടാൽ അറിയാം. ചന്ദ്ര നിസ്സഹായതയോടെ പറഞ്ഞു. ഇപ്പോഴെല്ലാം രഞ്ജന്റെ നിർബന്ധം കൊണ്ട് മാത്രം തുടരുന്നു. രഞ്ജൻ ചന്ദ്രയുടെ ചലനശേഷി നഷ്ടമായ കാലുകളിലേക്ക് നോക്കി. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. രഞ്ജൻ എന്താ പറ്റിയത്? ചന്ദ്ര തിരക്കി. ഞാൻ കഴിഞ്ഞ ദിവസം അവളെ കണ്ടു. ആരെ? ആരെ കണ്ടെന്നാ? അവളെ, യാമിയെ. യാമി? അവൾ എവിടെയുണ്ട് രഞ്ജൻ? ചന്ദ്രയ്ക്ക് യാമിയെ പറ്റി അറിയാൻ തിടുക്കമായി. എന്തിനാ ഇനി അവളെ പറ്റി അറിയുന്നത്? അവിചാരിതമായിട്ട് കണ്ടതാ. താല്പര്യമില്ലാത്ത രീതിയിൽ രഞ്ജൻ പറഞ്ഞു. ഇല്ല, രഞ്ജൻ യാമിയെ കണ്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ പറയാ. യാമി രഞ്ജനെ കണ്ടോ? സംസാരിച്ചോ? ചന്ദ്ര യാമിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം കാണിച്ചു. അവള് കൊച്ചിയിലുണ്ട്. അവിടെ ഒരു IT പാർക്കിൽ വർക്ക് ചെയ്യുക. അത്രയും അറിഞ്ഞു. കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ യാമി എന്നെ സംബന്ധിച്ച് ഒരു അടഞ്ഞ അധ്യായമാണ്. നീ ആയിട്ട് ഇനി അത് ചിക്കി ചെവിഞ്ഞ് നോക്കാൻ നിൽക്കേണ്ട അത്ര. എനിക്കത് ഇഷ്ടമല്ല. അവളെ കണ്ടു എന്ന് എന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്നോട് അവളെ പറ്റിയൊന്നും ചോദിക്കരുത്. ചന്ദ്ര എന്തോ പറയാനൊഴിഞ്ഞതും കൈകൊണ്ട് തടഞ്ഞ് രഞ്ജൻ മുറിവിട്ട് ഇറങ്ങിപ്പോയി. ചന്ദ്ര യാമിയെ പറ്റി ഓർത്തു. അവൾ മിടുക്കിയായിരുന്നു. എന്നാൽ രഞ്ജന് മുന്നിൽ അവളൊരു പൂച്ചക്കുട്ടിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ രഞ്ജൻ അവളുടെ മനസ്സ് കീഴടക്കി. യാമിയെല്ലാം രഞ്ജനോട് പങ്കുവെക്കാൻ തുടങ്ങി. ക്യാമ്പസിൽ ആരും തന്നെ അവരുടെ ബന്ധം അറിഞ്ഞില്ല. പതിയെ രഞ്ജനിലും ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സ് തനിക്കൊരു അപായ സൂചന തന്നു. രഞ്ജൻ യാമിയെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമായതോടെ താൻ രഞ്ജനോട് വഴക്കുണ്ടാക്കി. എത്ര പെട്ടെന്നാണ് രഞ്ജന്റെ മനസ്സിൽ യാമി കയറിക്കൂടിയതെന്ന് ചന്ദ്ര ഓർത്തു. രഞ്ജൻ, നീ ഇത് എന്ത് വായിച്ചാ? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെറും നാടകമാണെന്ന് എനിക്ക് അവളോട് പറയണം. എനിക്ക് അവളുടെ കണ്ണീര് കാണണം. എല്ലാം നീ അവസാനിപ്പിക്കണം. ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ചന്ദ്ര രഞ്ജന് താക്കീത് കൊടുത്തു. നീ പറയുന്ന പോലെ ചലിക്കാൻ ഞാൻ നിന്റെ പാവയില്ല ചന്ദ്ര. ശരിയാണ്, എല്ലാം നിനക്ക് വേണ്ടി തുടങ്ങി വെച്ചാ. എന്നാൽ ഇപ്പോൾ അവൾ അടുത്തെറിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ അവളെ സ്നേഹിച്ചു പോയി. അവളൊരു പാവം പെണ്ണാണ് ചന്ദ്ര. ഒരുപാട് വിഷമങ്ങളുള്ള കുട്ടിയാ. അതിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ തോന്നില്ല. രഞ്ജൻ നോവോടെ പറഞ്ഞു. അപ്പൊ എനിക്ക് വേദനിച്ച നിനക്കൊന്നുമില്ല അല്ലേ? ഈ എന്നെക്കാൾ വലുതാണ് നിനക്ക് യാമി? പറ, എന്നോട് പറയാൻ. എന്നെക്കാൾ വലുതാണോ? ചന്ദ്ര രഞ്ജന്റെ ഷർട്ടിന്റെ കോളിൽ കുത്തിപ്പിടിച്ച്. വലുതും ചെറുതും മണ്ണാങ്കട്ട. നിനക്ക് എന്നോട് ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നീ ഇത്രയും വലിയ പ്രതിസന്ധിയിലാക്കുമായിരുന്നോ? എല്ലാം നിന്റെ ഒറ്റൊരാളുടെ വാശി കൊണ്ട് സംഭവിച്ചതാ. ചന്ദ്ര, നീ അറിയാൻ വേണ്ടി പറയുന്നു. ഞാൻ യാമിയോടൊന്നും പറയില്ല. നീയായിട്ട് തുടങ്ങിയ നാടകം നീയായിട്ട് അവസാനിപ്പിച്ചോ? രഞ്ജൻ ദേഷ്യപ്പെട്ടു പോകുന്ന ചന്ദ്ര നോക്കി നിന്നു. അന്ന് വൈകിട്ട് രഞ്ജന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു. ചന്ദ്ര കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അമ്മ ചെന്ന് കണ്ടുകൊണ്ട് വലിയ അപകടമൊന്നും പറ്റിയില്ല. ആശുപത്രിയിൽ അഡ്മിറ്റായ ചന്ദ്ര രഞ്ജനുമായി വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. രഞ്ജനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു. രഞ്ജന് പറയാനുള്ളത് കേൾക്കാൻ വീട്ടുകാർ കൂട്ടാക്കിയില്ല. രഞ്ജനും ചന്ദ്രയുമായിട്ടുള്ള കല്യാണം പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ നടത്തണമെന്ന് ചന്ദ്ര വീട്ടുകാർ നിർബന്ധിച്ചു. ഒടുവിൽ ഇരു വീട്ടുകാരും ചന്ദ്രയുടെ നിർബന്ധത്തിന് മുമ്പിൽ തോൽവി സമ്മതിച്ചു. കോളേജിലെ രഞ്ജന്റെ അവസാന ദിവസം. പതിവ് സ്ഥലങ്ങളിലെല്ലാം യാമി രഞ്ജനെ തിരഞ്ഞെങ്കിലും എവിടെയും കണ്ടില്ല. രഞ്ജനെ കാണാത്തതിൽ യാമിക്ക് നിരാശ തോന്നി. കുറച്ചു നാളുകളായി രഞ്ജന്റെ പെരുമാറ്റ യാമിയെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും പരീക്ഷയുടെ ഒരുക്കത്തിലാവുമെന്ന് അവൾ കരുതി. ആ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്നുള്ള ധൈര്യത്തിൽ അവളൊന്നും ചോദിക്കാൻ മുതിർന്നില്ല. കോളേജിന്റെ പ്രധാന കവാടത്തിനു മുമ്പിൽ ചന്ദ്രയും കൂട്ടുകാരും സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. രഞ്ജന് അവരോടൊപ്പം നിൽക്കുന്ന യാമി കണ്ടു.
ചന്ദ്ര രഞ്ജന്റെ അടുത്ത് നിൽക്കുന്നുണ്ടപ്പോൾ യാമിക്ക് രഞ്ജന്റെ അടുത്തേക്ക് പോവാൻ തോന്നിയില്ല. രഞ്ജന് നോക്കിയൊന്ന് ചിരിച്ചിട്ട് യാമി നടന്നു. യാമി, ചന്ദ്ര യാമിയെ വിളിച്ചു. ചന്ദ്രയുടെ വിളി കേട്ട് യാമി തിരിഞ്ഞു നോക്കി. യാമി, എന്തൊരു മൈൻഡിലാ പോകുന്നു? ഇപ്പോഴും എന്നോട് കലിപ്പാണോ? ചന്ദ്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ചേച്ചി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടോണ്ടാ ഞാൻ നടന്ന്. അതൊക്കെ പോട്ടെ, നിനക്ക് രഞ്ജനെ പറ്റി എന്താ അഭിപ്രായം? ചന്ദ്ര രഞ്ജനെ നോക്കിയിട്ട് യാമിയോട് ചോദിച്ചു. യാമി ഒന്ന് പതറി. ചേട്ടനെ പറ്റി ഞാനെന്ത് പറയാനാ? എന്നെക്കാളും കൂടുതൽ ചേച്ചിക്കല്ലേ ചേട്ടനെ കൂടുതൽ അറിയാവുന്ന. മനസ്സിലുള്ള ഇഷ്ടം പുറത്തു കാണിക്കാതെ യാമി ചന്ദ്രയോട് പറഞ്ഞു. നീ പറഞ്ഞ വളരെ ശരിയാ. എന്നെപ്പോലെ അവനെ മനസ്സിലാക്കിയ ആരുമില്ല, അവനെ സ്നേഹിച്ച ആരുമില്ല. ഇനി ആരും എത്ര ശ്രമിച്ചാലും ഞാൻ സ്നേഹിക്കുന്ന പോലെ അവനെ സ്നേഹിക്കാൻ കഴിയില്ല. അവൻ എൻ്റെയാ, ഞാൻ അവൻ്റെയും. ചന്ദ്ര യാമിയെ രഞ്ജനയും മാറി മാറി നോക്കി പറഞ്ഞു. യാമിയുടെ ഹൃദയം നിലക്കുന്ന പോലെ തോന്നി. എനിക്ക് അവനോടുള്ള സ്നേഹം അറിയാവുന്ന ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. സത്യം പറയാലോ, അതിൻ്റെ ത്രില്ലിലാണ് ഞാനിപ്പോൾ. യാമി സ്തബ്ധയായി നിന്നു. ചന്ദ്രയും രഞ്ജനുമായിട്ടുള്ള കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചെന്നു. യാമി യാന്ത്രികമായി രഞ്ജൻ അരികിലേക്ക് നടന്നു. യാമിയെ കണ്ടതും രഞ്ജന്റെ മുഖം മ്ലാനമായി. യാമി, ഞാനീ കേട്ട സത്യമാണോ? നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചോ? യാമിയുടെ ശബ്ദത്തിന് മൂർച്ച കൂടി. യാമി, അത് എനിക്കിതിനോട് സംസാരിക്കാനുണ്ട്. രഞ്ജൻ നിന്ന് വിക്കി. നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഞാൻ ഈ കേട്ടതിൽ വല്ല സത്യമുണ്ടോ? യാമി രഞ്ജനോട് ചോദിച്ചു. സത്യമാണെന്ന് പറ രഞ്ജൻ, നീ എന്തിനാ ഈ പീറയെ പേടിക്കുന്നത്? ചന്ദ്ര ഇടക്കേറി സംസാരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് മറുപടി തന്നാൽ മതി. ചന്ദ്രയെ തടഞ്ഞോട് യാമി പറഞ്ഞു. സത്യമാണ് യാമി, അധികം വൈകാതെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും. രഞ്ജൻ യാമിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നീ എന്താ കരുതിയേ? നിന്നെ കണ്ട് ഭ്രമിച്ചാണ് രഞ്ജൻ നിന്നെ സ്നേഹിച്ചെന്നോ? എങ്കിൽ നിനക്ക് തെറ്റി. ഇത് വെറൊരു അഭിനയം മാത്രമായിരുന്നു. എന്നെ വെല്ലുവിളിച്ച് പഠിക്കാൻ ഇറങ്ങി തിരിച്ച നിനക്ക് ഇങ്ങനൊരു പണി തരണമെന്ന് എനിക്ക് തോന്നി. ചന്ദ്ര പുച്ഛത്തോടെ യാമിയെ നോക്കി. യാമി രഞ്ജനെ നോക്കിയെന്നല്ലാതെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു പോലുമില്ല. അത് ചന്ദ്രയെ കൂടുതൽ ചൊടിപ്പിച്ചു. എന്നാൽ അവളുടെ ചങ്കിൽ നിന്ന് രക്തം പൊടിയെന്ന് ആരും അറിഞ്ഞില്ല. നിന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത കുപ്പയിൽ ജീവിക്കുന്ന ഒരു പാഴ്ജന്മത്തിന് സ്വപ്നം കാണാൻ പറ്റുന്നവനല്ല രഞ്ജൻ. ചന്ദ്ര അഹങ്കാരത്തോടെ പറഞ്ഞു. യു ചീറ്റ്. ജാതി മതവും കുലവും ഗോത്രവും നോക്കി നിനക്കൊരു റിലേഷൻ മതിയായിരുന്നെങ്കിൽ എന്തിനെന്റെ പിന്നാലെ നടന്നു? യാമി രഞ്ജന് നേരെ ആഞ്ഞടിച്ചു. രഞ്ജൻ ഒന്നും മിണ്ടാനാവാതെ നിന്നു. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. എന്റെ നിലയും വിലയും രണ്ടാൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് തന്നതിന്. യാമി പിന്നെ അവിടെ നിന്നില്ല. യാമി നടന്നു പോകുന്നത് നോക്കി രഞ്ജൻ ആ നിൽപ്പ് നിന്നു. നിനക്ക് സമാധാനം കാണുമായിരിക്കും അല്ലേ? രഞ്ജൻ ചന്ദ്രയെ അമർഷത്തോട് നോക്കി. രഞ്ജൻ പലവട്ടം യാമിയെ വിളിച്ചു നോക്കി. യാമി പ്രതികരിച്ചില്ല. യാമിയെ കണ്ട് മനസ്സ് വിഷമിപ്പിച്ചിന് മാപ്പ് ചോദിക്കണമെന്ന് കരുതിയ രഞ്ജന് അതുമാത്രം സാധിച്ചില്ല. രഞ്ജനും പതിയെ യാമിയെ മറന്നു തുടങ്ങി. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച പോലെ രഞ്ജന്റെയും ചന്ദ്രയുടെയും വിവാഹം അത്യാഡംബരത്തോടെ നടന്നു. കല്യാണം പിറ്റേന്ന് രഞ്ജനും ചന്ദ്രയും കൂട്ടുകാരെ കാണാൻ വേണ്ടി ബൈക്കിൽ പുറപ്പെട്ടതാണ്. ആ ശപിക്കപ്പെട്ട ദിവസം ചന്ദ്ര ഓർത്തു. കൂട്ടുകാരുടെ നിർബന്ധത്തിന് രഞ്ജൻ അല്പം മദ്യപിച്ചിരുന്നു. അവർ തിരികെ വീട്ടിൽ കൊണ്ടാക്കാം, ബൈക്കിൽ പോകണ്ടെന്ന് പറഞ്ഞ് കേൾക്കാതെ രാത്രിയിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നിയന്ത്രണം വിട്ട് ബൈക്കിൽ ചെന്ന് മറ്റൊരു വണ്ടിയിൽ ചെന്ന് ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ചന്ദ്ര തെറിച്ച് നടുവടിച്ച് റോഡിൽ വീണു. രഞ്ജന് കൈക്കും കാലിനും പൊട്ടലുണ്ടായിരുന്നു. ആരൊക്കെയോ ചേർന്ന് രണ്ടാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 ദിവസം രഞ്ജൻ അതേ കിടപ്പ് കിടന്നു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ നിന്ന് വിതുമ്പുന്ന അമ്മയെ കണ്ടപ്പോൾ രഞ്ജന് പന്തികേട് തോന്നി. അമ്മേ, ചന്ദ്ര എവിടെ? അവൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ രഞ്ജന് ആധിയേറി. എന്താ അമ്മേ, എന്താണെങ്കിലും എന്നോട് പറ. വേദന കടിച്ചമർത്തി രഞ്ജൻ അമ്മയോട് പറഞ്ഞു. മോനെ, അമ്മക്ക് പറയാനുള്ളത് മോൻ സമചിതത്തോടെ കേൾക്കണം. ചന്ദ്രമോള് റോട്ടിൽ നടുവിടിച്ച് വീണുകൊണ്ട് ഡോക്ടർമാർക്കൊരു സംശയം, അവളുടെ നട്ടിലിന് പരിക്ക് പറ്റിയോന്ന്. എന്നിട്ട് MRI സ്കാൻ ചെയ്ത് നോക്കിയതിനകത്ത് ചന്ദ്രമോളുടെ നട്ടിലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. മോളുടെ 2 കാലിന് ഇപ്പൊ ചലനശേഷി ഇല്ല. രഞ്ജൻ അലറി. മോനെ, അമ്മ പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ താൽക്കാലികമായിരിക്കും. നമുക്ക് നോക്കാം. ഈ ലോകത്തിന്റെ ഏതറ്റത്ത് പോയിട്ടാണെങ്കിലും നമുക്ക് ചികിത്സിപ്പിക്കാം. പിന്നെ ആശ്വസിപ്പിക്കാനായി വിജയലക്ഷ്മി എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ രഞ്ജന ഒന്നും കേട്ടില്ല. അവന്റെ ശരീരവും മനസ്സും ഒരുപോലെ മരവിച്ചു. പിന്നീടുള്ള നാളുകൾ പല രീതിയിലുള്ള ചികിത്സയായിരുന്നു. ആയുർവേദവും അലോപ്പതിയുമെല്ലാം മാറി മാറി പരീക്ഷിച്ചു. എന്നാൽ ചന്ദ്രയ്ക്ക് വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക് വീൽ ചെയറിലായി പിന്നീട് ചന്ദ്രയുടെ ജീവിതം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ചന്ദ്രക്കുണ്ടായി. വീട്ടുകാർ ഒളിഞ്ഞും തെളിഞ്ഞെന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ പോലും രഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചു. രഞ്ജന്റെ ഭാവി തന്നോടൊപ്പം വീടിന്റെ 4 ചുമരിനുള്ളിൽ ഒതുങ്ങുന്നെന്ന് കണ്ടപ്പോൾ ചന്ദ്ര രഞ്ജനെ ഉപദേശിച്ചു.
അവന്റെ സ്വപ്നമായ IPS എന്ത് വില കൊടുത്തും തനിക്ക് വേണ്ടി രഞ്ജൻ നേടണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞു. ചന്ദ്രയുടെ ആഗ്രഹം പോലെ തന്നെ രഞ്ജൻ സിവിൽ സർവീസ് പാസ്സായി. ഒടുവിൽ രഞ്ജൻ IPS നേടിയെടുത്തു. രഞ്ജനില്ലാത്ത സമയങ്ങളിൽ ചന്ദ്രയെ നോക്കാനായി ഒരു ഹോം നേഴ്സിനെ വെച്ചു. ചന്ദ്ര, നീ ഇത് എന്താലോചിച്ചിരിക്കുക? നീ ഇന്ന് മരുന്നൊന്നും കഴിച്ചില്ല അല്ലേ? രഞ്ജൻ ചന്ദ്രയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എന്തിനാ രഞ്ജൻ, എത്ര നാളായി മരുന്നുകൾ കഴിക്കുന്നു? മരുന്ന് കമ്പനിക്ക് ഗുണമുണ്ടെന്നല്ലാതെ കഴിക്കുന്ന എനിക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചന്ദ്ര ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും ആ വാക്കുകൾ രഞ്ജന്റെ ഹൃദയത്തിൽ തറഞ്ഞു. എന്നെ കൊണ്ടുനടന്ന് സമയം കളഞ്ഞിട്ട് പിന്നെ നിരാശപ്പെടില്ല. പണ്ടത്തെ പോലെ ദുർവാശി എനിക്കില്ലെന്ന് രഞ്ജൻ അറിയാലോ. അതുകൊണ്ട് വൈകിട്ടില്ല. നല്ല ചുന്ദരി പിള്ളേരുള്ള നാട്ടിലല്ലേ ഇപ്പം രഞ്ജന് പണി. ആരെങ്കിലും തേടി പിടിച്ചോണം. എൻ്റെ കാര്യോർത്ത് വിഷമിക്കണ്ട. ചന്ദ്ര കുളി കണ്ടിട്ട് രഞ്ജനെ നോക്കി. അവൻ കണ്ണുകളടച്ച് ചാരിയിരുന്നു. ചന്ദ്ര പറയുന്ന മോളി കേട്ടു. അല്ലെങ്കിൽ എന്തിനാ വേറൊരാള്? നമുക്ക് നമ്മുടെ യാമിയെ തന്നെ നോക്കിയാലോ? നീ ഇപ്പോഴും കന്യകനാണെന്ന് ഞാൻ പറയാമടാ. പേരിനൊരു കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ. രഞ്ജൻ കണ്ണുവന്ന് ചന്ദ്രയെ നോക്കി. നീ ഈ സംസാരം അവസാനം യാമിൽ കൊണ്ട് നിർത്തുള്ളൂന്ന് എനിക്കറിയായിരുന്നു. അതാ നീ സംസാരിച്ച് തീരട്ടെ എന്ന് ഞാൻ കരുതി മിണ്ടാതിരിക്കുന്നു. നീ എന്താ എന്നെ പറ്റി കരുതിയത്? നീ കീ കൊടുക്കുമ്പോൾ ആടി കളിക്കുന്ന പാവയാണ് ഞാനെന്നോ? നീ പറയുന്ന പിടിവാശികൾക്കൊക്കെ കൂട്ടുന്നു നിന്നെ ഞാൻ അതുപോലെ സ്നേഹിച്ചുകൊണ്ട്. എനിക്കൊരു മനസ്സുണ്ട്, അവിടെ കല്ലലിരിക്കുന്നു. നീ പറയുമ്പോൾ ഒരാളെ സ്നേഹിക്കുക, നീ പറയുമ്പോൾ ഉപേക്ഷിക്കുക. ഇപ്പൊ വീണ്ടും അവളെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവളുടെ പിന്നാലെ മണപ്പിച്ച് പോവാൻ പറയുക. നീ അതും പറഞ്ഞ കൊണ്ട് ചെന്നോക്ക്, ആട്ടി ഇറക്കുന്നിന്നെ. അവൾ ഇന്ന് മറ്റൊരു യാമിയാണ്. എനിക്ക് അവളെയെന്നല്ല ആരെയും ഇനി അങ്ങനെ സങ്കല്പിക്കാനും കൂടെ ജീവിക്കാനും കഴിയില്ല. നിന്നെ ഉപേക്ഷിക്കണമെങ്കിൽ എനിക്കത് എത്രയോ മുമ്പേ ആവുമായിരുന്നു ചന്ദ്ര. നിന്നോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ ബലഹീനതയായി നീ കാണരുത്. നിന്റെ വിഷമം എനിക്കറിയാം. നിനക്ക് ഞാനും എനിക്ക് നീയുമില്ലടാ. അത് മതി. ഈ ചെറിയ ലോകത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. ഞാൻ പോയാൽ ഈ മുറിയിൽ നീ ഒറ്റപ്പെട്ട പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി എത്രയും പെട്ടെന്ന് നിന്നെയും കൊണ്ട് ഞാൻ നമ്മുടെ ക്വാർട്ടേഴ്സിൽ പോകും. ഇപ്പം നീ മരുന്ന് കഴിക്കുക, എന്നിട്ട് പതിയെ ഉറങ്ങിക്കും. ചന്ദ്ര ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ രഞ്ജൻ വിജയലക്ഷ്മിയെ പോയി കണ്ടു. അമ്മേ, ഞാൻ നാളെ രാവിലെ പോകും. അടുത്ത ആഴ്ച വന്നിട്ട് തിരികെ പോകുമ്പോൾ ചന്ദ്രയെ കൂടെ കൊണ്ടുപോകാന്ന് കരുതുക. കൊണ്ടുവെക്കോടാ, ആരും നിന്നെ തടയില്ല. ഏത് നേരവും കണ്ണുനീരും നിരാശയായിട്ടിരിക്കുന്ന അവളെ കാണുമ്പോൾ എനിക്കും വിഷമാ മോനെ. നീ അവളെ കൊണ്ടുപോകുന്ന അവൾക്ക് സന്തോഷം കൊടുക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. രജനിയെ വീട്ടിൽ കൊണ്ടുവന്നു. രജനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ ഭവാനി പണിക്ക് പോയില്ല. രാജീവ് പിന്നീട് യാമിയെ വിളിച്ചില്ല. യാമിയും തിരിച്ചു വിളിച്ചില്ല. രാജീവ് വീണ്ടും ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. പതിവ് പോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വന്ന രാജീവ് വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഡിഫൻഡർ കണ്ടു. ഇത് യാമിയുടെ വണ്ടിയാണല്ലോ. അവളെങ്ങനെ എൻ്റെ വീട് കണ്ടുപിടിച്ചു? രാജീവ് സ്കൂട്ടറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറി. അടുക്കളയിലെ കലവിലെ സംസാരം കേട്ടാണ് രാജീവ് അങ്ങോട്ട് ചെന്ന്. അവിടെ അവൻ കണ്ട കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നു. അടുക്കള സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്ന് കപ്പ പുഴുക്കും കട്ടൻ കാപ്പി ആസ്വദിച്ച് കഴിക്കുന്ന യാമി. അടുത്ത് രജനി ഇരിപ്പുണ്ട്. അമ്മ യാമിയോട് വർഷങ്ങളുടെ പരിചയമുള്ള പോലെ സംസാരിക്കുന്നു. രാജീവിനെ കണ്ടതും യാമി ലേശം ചമ്മലോടെ സ്ലാബിൽ നിന്ന് എഴുന്നേറ്റു. വെളുക്കെ ചിരിച്ചു കാണിച്ചു. താനെന്താണോ ഇവിടെ? ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? രാജീവിന്റെ ചോദ്യം കേട്ട് യാമി രാജീവിനെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലടാ, കാട്ടുമാക്കാനേ. യാമി മനസ്സിൽ പറഞ്ഞു. താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? രജനി, നിന്റെ ചേട്ടന്റെ പേര് രാജീവ് മാത്രമേ ഉള്ളൂ, അതോ കാട്ടുമാക്കാൻ എന്ന പേര് ഇപ്പോഴും ഉണ്ടോ? കാട്ടുമാക്കാൻ? അങ്ങനെ എന്നെ വിളിക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമി, അല്ല അഭിരാമി. രാജീവ് ഓർത്തു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.